എത്രയോ നല്ലവനേശു, എത്ര ദയാപരനെന്നും, ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നാം തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിന് 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാക്കിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടി വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ തനിക്ക് അവരോടുള്ളതായ സ്നേഹം എത്ര മാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് പറയുന്നത്, ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ. പൗലോസിന്റെ ആ സ്നേഹം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. കർത്താവിന് ഈ സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് നാം 1 യോഹന്നാൻ 3:3 വരുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യം, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് തന്ന് തന്റെ സ്നേഹം വെളിപ്പെടുത്തി. അഥവാ കർത്താവ് നമ്മെ പ്രിയരായിട്ട് കണ്ടപ്പോൾ കർത്താവിന് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, സ്നേഹം നാം മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ നമ്മെ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹമാണ് നമ്മെ രക്ഷയിലേക്ക് നടത്തിയത്. നാം സ്നേഹം മനസ്സിലാക്കിയത് ആ കർത്താവിൽ നിന്നാണ്. അങ്ങനെ സ്നേഹം ഗ്രഹിച്ചവരായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സ്വാധീനം തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ. എത്രത്തോളം പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. ഞങ്ങളുടെ പ്രാണനും കൂടി വെച്ചു തരുവാൻ ഒരുക്കമായി. പ്രാണൻ നൽകിപ്പോലും അവരെ സ്നേഹിക്കുവാൻ ഒരുക്കമുള്ളതായ ഒരു പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് ഇത് ഫിലിപ്പ്യ വിശ്വാസികളോട് പറയുന്നുണ്ട്. ഫിലിപ്പ്യ വിശ്വാസികളെ കുറിച്ച് പൗലോസ് പറയുന്നത് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ പൗലോസിന് ഏറ്റവും പ്രിയരാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എന്ന് വായിക്കുന്നുണ്ട്. മാത്രമല്ല, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്. ഇവിടെ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കാൻ വേണ്ടി അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ശുശ്രൂഷിച്ച ഒരു വ്യക്തി. അഥവാ പ്രാണനേക്കാൾ അധികമായി കർത്താവിന്റെ വേലയെ സ്നേഹിച്ച എപ്പഫ്രാദിത്തോസ് ഒരു നല്ല മാതൃകയാണ്. മാത്രമല്ല, പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും
ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് കൂടെ എല്ലാവരോടും കൂടെ സന്തോഷിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ വിശ്വാസം പൂർത്തീകരിക്കുന്നതിന്, അഥവാ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ ജീവിതം അത് വിജയകരമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ തൻ്റെ പ്രാണനെ ഒഴുക്കേണ്ടി വന്നാലും, നമുക്കറിയാം രക്തം ഒഴുക്കേണ്ടി വന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രാണനെ നൽകേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. നോക്കുക, എത്ര അനുഗ്രഹീതമായ ഒരു മാതൃകയാണ് നമുക്ക് പൗലോസിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ ആത്മീയ അപൂർത്തിക്ക് വേണ്ടി തന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നതായ ഒരു പൗലോസിനെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് പൗലോസ് പറയാണ്, ഞങ്ങൾ സ്നേഹത്തിൻ്റെ ഒരു വെളിപ്പെടൽ, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ ഓമനിക്കുന്നത്, ആ മാതാവിന് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വെളിപ്പെടലാണ്. കുഞ്ഞിനെ താലോലിക്കുന്നത്, കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, കുഞ്ഞിന് ആ ആഹ്ലാദം ഉണ്ടാകാൻ വേണ്ടി ഒരു മാതാവ് അതിനെ ഓമനിക്കുന്നത് പോലെ പൗലോസ് പറയാണ്, ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട്. അഥവാ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തെസ്സലോനിക്കയിലെ വിശ്വാസികൾ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് സഹവിശ്വാസികളോട് എത്രത്തോളം ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉണ്ട് എന്ന് ഇവിടെ നിന്ന് നാം ചിന്തിക്കേണ്ടതാണ്. മാത്രമല്ല, ഇങ്ങനെ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ഒന്നാമത്തെ വെളിപ്പെടൽ ഇവിടെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ. വളരെ ത്യാഗം സഹിച്ച്, വളരെ കഷ്ടം സഹിച്ച് തെസ്സലോനിക്കയിൽ എത്തുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ചതിന്റെ ഒരു കാരണം അവരോടുള്ള പൗലോസിന്റെ അളവറ്റ സ്നേഹമാണ്. ഇവിടെ പൗലോസ് സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് ദൈവത്തിന്റെ സുവിശേഷം എന്നാണ്. അഥവാ ഈ ദൈവത്തിൽ നിന്നാണ് ഈ സുവിശേഷം ആരംഭിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യന്റെ ഒരു കണ്ടുപിടുത്തമല്ല, മനുഷ്യന്റെ ബുദ്ധിമൂശയിൽ ഉരുത്തിരിഞ്ഞതായ ഒരു ആശയമല്ല സുവിശേഷം എന്നുള്ളത്. ദൈവത്തിന്റെ സുവിശേഷമാണ്. അഥവാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ, മനുഷ്യനെ സൃഷ്ടിച്ചവനായ, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നവനായ, മനുഷ്യന്റെ ഭാവി നിത്യത സ്വർഗത്തിൽ ആക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. സുവിശേഷത്തിന് അനേക പ്രത്യേകത നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അഥവാ സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്ന് പൗലോസ് പറയും, നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷത്തിന്റെ കേന്ദ്ര വിഷയം യേശു ക്രിസ്തുവാണ്. അത് തേജസ്സേറിയ സുവിശേഷമാണ്. മനുഷ്യനെ തേജസ്സിലേക്ക് നടത്തുന്ന, തേജസ് നൽകുന്ന അനുഗ്രഹീതമായ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശമാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നത്. ലോകത്തിലെ മനുഷ്യന്റെ കണ്ടുപിടിച്ചിരിക്കുന്ന എത്രയോ ആശയങ്ങൾ, ആദർശങ്ങൾ, അതിനുവേണ്ടി മനുഷ്യൻ എത്രയോ ഉത്സാഹത്തോടും എത്രയോ ത്യാഗത്തോടും കൂടെ അധ്വാനിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടാവായ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം നാം എത്ര ഉത്സാഹത്തോടുകൂടി അറിയിക്കുന്നുണ്ട്, നാം എത്ര ഉത്സാഹത്തോടുകൂടി ആ സുവിശേഷ സാക്ഷ്യം വഹിക്കുന്നുണ്ട്, നാം എത്രത്തോളം ആ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ കഴിയുന്നതൊക്കെയും ചെയ്യുന്നുണ്ട് എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇതുപോലെ സുവിശേഷമായിരിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ നല്ല വാർത്തയായിരിക്കുന്ന, മനുഷ്യ ജീവിതത്തെ രൂപാന്തരത്താൻ കഴിയുന്ന മറ്റൊരു സന്ദേശം ഇല്ല. ഇവിടെ പൗലോസ് പറയുന്നത് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ട സന്ദേശമാണ്. സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, പ്രസംഗിക്കപ്പെടേണ്ട ഒരു സന്ദേശമാണ് സുവിശേഷം. എവിടെയും, മരുവിലും തെരുവിലും വഴിയിലും പുഴയിലും എന്ന് വേണ്ട എല്ലായിടത്തും, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിക്കപ്പെടേണ്ട ഒരു സുവിശേഷമാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പൗലോസ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷത്തിന്റെ ഈ മഹാത്മ്യം മനസ്സിലാക്കുവാൻ, സുവിശേഷത്തിന്റെ കോശത്തിന് പങ്കുവഹിപ്പാൻ നമ്മെ ദൈവം സഹായിക്കണം. അതുപോലെ സുവിശേഷം വിശ്വസിച്ച് വരുന്നവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ, കരുതുവാൻ, അവരെ പ്രാണന് തുല്യം കരുതുവാൻ നമുക്കിടയാകട്ടെ. എന്നാൽ നമ്മുടെ ജീവൻ ധന്യമായി തീരും. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.